കുടിവെള്ളം ലഭിക്കുന്നില്ല. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നാട്ടുകാർ തടഞ്ഞു. എഴുകോൺ രണ്ടാലുംമൂട്ടിലാണ് സംഭവം. സ്വന്തമായി കിണറില്ലാത്തവരാണ് ഇവിടെയുള്ളവർ. വാട്ടർ അതോറിറ്റിയുടെ ജലമാണ് ആശ്രയം. ചില ജീവനക്കാരുടെ ഇടപെടലാണ് ജലം കിട്ടാത്തതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അവർക്ക് ഈ 6 മാസമെങ്കിലും നമുക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടുമെങ്കിൽ അതില്ല. അവിടെ കിണറ്റിൽ വെള്ളം ഇല്ല. കിണറില്ലാത്ത ആൾക്കാരാ, കിണറില്ലാത്ത അറിയാൻ വന്നപ്പോ പറഞ്ഞു അവർക്ക് കിണറില്ല. കറക്റ്റ് കിട്ടിക്കൊണ്ടിരുന്നില്ല. ഈ ലീക്ക് ഇത്രയും നാൾ ആരും ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പോഴാണ് ബുദ്ധിമുട്ടിച്ചത്. പക്ഷെ ആ ഒരു ലീക്ക് വന്നതുകൊണ്ട് നമ്മുടെ കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇത്ര താമസം. 35ഓളം ഭവനം കിണറില്ലാത്തതാണ്. അത് കണ്ടെത്തിയായിരുന്നെങ്കിൽ നമ്മൾ പണി ഒരു മാസം കൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. LKG കൊച്ചു കുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചു. വെള്ളം ഞങ്ങൾ എവിടെല്ലാം പോയെന്നറിയാമോ? എന്തെല്ലാം യാതൊരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്നാണ് എഴുകോൺ രണ്ടാലുംമൂട് ബിവറേജ് ജംഗ്ഷനിലെ നാട്ടുകാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചത്. പ്രദേശത്ത് താമസിക്കുന്നവർ സ്വന്തമായി കിണറില്ലാത്തവരാണ്. കുട്ടികളും വയോധികരും കിടപ്പ് രോഗികളും ഗർഭിണികൾ ഉൾപ്പെടെ 2000-ഓളം പേർക്കാണ് കുടിവെള്ളം ലഭിക്കാത്തത്. ഇപ്പൊ 3 മാസം കൊണ്ട് വെള്ളം വരുന്നില്ല. വെള്ളത്തിന്റെ കാര്യമില്ലേ, ഞങ്ങൾ ഈ കിടന്ന് വെയിലും കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ എല്ലാം വെള്ളം. ഇന്നലെയും 450 രൂപയുടെ വെള്ളം മേടിച്ചത്. ഡെയിലി വെള്ളം മേടിക്കുക. കിണറില്ല. ഇപ്പൊ 2-3 മാസം കൊണ്ട് വെള്ളമില്ല, വരുന്നില്ല. ഇവര് പറയുന്നത് നാളെ പൈപ്പ് പൊട്ടി ലീക്ക് ആവുന്നു എന്നൊക്കെ ഇവര് പറയുന്നത്. നമ്മൾ ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞ് നോക്കി ഇരിക്കുകയല്ലേ. 2-3 ദിവസം കൂടുമ്പോൾ 2000 രൂപ നൽകി ഇവർ വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ്. വെള്ളം കച്ചവടം ചെയ്യുന്നവരും വാട്ടർ അതോറിറ്റിയുടെ വാൽവ് ഓപ്പറേറ്റർമാരായ ചില ജീവനക്കാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് പ്രദേശത്ത് വെള്ളം കിട്ടാത്തതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മളെ അറിയുന്നില്ല. നമുക്ക് ഇതൊന്നും ഒരു പരിഹാരമല്ല. ഇതൊന്നും ഈ പറയുന്ന ഒന്നും നമുക്കൊരു പരിഹാരമല്ല. കാരണം ജനം നമ്മളെ അറിയാമോ? പ്രശ്നം വളരെ എളുപ്പമാണ്. പൈസ എന്നാൽ പൈപ്പിലേക്കുൾപ്പെടെ മാലിന്യം അടിഞ്ഞുള്ള തകരാറാണ് കുടിവെള്ളം കിട്ടാത്തതെന്നാണ് എഇ ചൂണ്ടിക്കാട്ടുന്നത്. ഉപരോധത്തെ തുടർന്ന് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയിൽ അടുത്ത ദിവസം മുതൽ വെള്ളം എത്തിക്കാമെന്ന ഉറപ്പിലാണ് പ്രദേശവാസികൾ പിരിഞ്ഞുപോയത്. കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഞങ്ങൾ 2 വാർഡുകാർക്കാണ് ഒരു വാൽവ് തുറക്കുന്നത്. അതായത് നമ്മുടെ ഇടയ്ക്കിടം ഉന്നതിയിലേക്കുള്ള ഒരു വാൽവ്, പോച്ചങ്കോണത്തേക്കുള്ള ഒരു വാൽവ്, എഴുകോണേക്കുള്ള ഒരു വാൽവ്. ഇത് ഏകദേശം ഒരു 3 മാസത്തോളം കൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് തുറന്നു വിട്ടാൽ മതി. ഇത് അതുമില്ല, എന്നും ഇവിടെ പണിയാ, എന്നും പൈപ്പ് പൊട്ടകുക. 2 മാസം കൂടുമ്പോൾ ഒരു 2-3 ദിവസമേ നമുക്ക് വെള്ളം വരാറുള്ളൂ. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കുഴൽക്കിണറുകൾ കുഴിച്ചാൽ പോലും നമുക്ക് വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പൈസ കൊടുത്ത് പാവപ്പെട്ടവരായ ഞങ്ങൾ ഈ ഇവിടെ പാർക്കുന്നവരെല്ലാം ഏകദേശം 10,000 കുടുംബങ്ങൾ, 1000 അല്ല, 3 വാർഡിലൂടെ ഏകദേശം ആവുമ്പോൾ 10-2000 കുടുംബങ്ങൾക്ക് അകത്തുണ്ട്. ഈ കുറച്ചു പേർക്ക് വെള്ളം കിട്ടുന്നവരുണ്ട്. പക്ഷെ ഈ വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങളെപ്പോലെ, ഞാൻ ഉൾപ്പെടുന്ന എന്റെ കുടുംബവും കിണറില്ലാത്തൊരു കുടുംബമാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ തോനെയൊന്നും പറയുന്നില്ല. നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ വാൽവ് തുറന്ന് ഇതിന്റെ പണി ഈ എന്നും ഇങ്ങനെ ഇങ്ങനെ ആക്കാതെ പണിയുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് നല്ല രീതിയിൽ പണിഞ്ഞിട്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക്, അതായത് നമ്മൾ വെള്ളക്കരം അടയ്ക്കുന്ന നമ്മളെ പഞ്ചായത്ത് വെള്ളം തുറന്നു വിടണം, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.